അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ശിവാനി വിളിക്ക്. വീണ്ടും വിളിക്കുന്നുണ്ട്. എടുക്ക്. ആ ശിവാനി, ഫോൺ കട്ടായി പോയി. കട്ടായതല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് പറയണമെന്ന് നീ ഗൗതമായിട്ട് ആലോചിച്ചല്ലേ? അതെന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു കണവനുമായിട്ട് ചർച്ച ചെയ്തിട്ട്? 10 ലക്ഷം രൂപ എപ്പ കിട്ടും അത് പറ. ഞങ്ങളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവോ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇമാതിരി ഉടായ്പൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. നീ വീട്ടിൽ ചെന്ന ഉടനെ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ശിവാനി. പറഞ്ഞു തൊലക്കി. അതെ, ഞങ്ങൾ പോകുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇപ്പൊ നിനക്ക് അയച്ചു തരാം. നീ അവിടേക്ക് വാ. 10 ലക്ഷം രൂപയുടെ ചെക്ക് കയ്യോടെ തന്നേക്കാം. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇമാതിരി ഞാൻ പറഞ്ഞേക്കരുത്. ഇല്ലെന്നേ, നീ ഇപ്പൊ തന്നെ ഇറങ്ങാൻ നോക്ക്. നീ എന്നാ ലൊക്കേഷൻ അയക്ക്, ഞാൻ വന്നോളാം. എടി മോളെ, ഇത് വേണം. ഇതൊക്കെ ഈ ശിവാനിയുടെ ഓരോ നമ്പറുകളല്ലേ അമ്മേ? അമ്മ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. ഇവിടെ എന്താ പരിപാടി? ഇറങ്ങ് പ്ലീസ് ഗൗതം, ഇനിയെങ്കിലും ഈ സസ്പെൻസ് ഒന്ന് പൊളിക്കും. ഇറങ്ങ്. കാറിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ സർപ്രൈസ് പൊളിക്കുന്നേ? നീ അങ്ങോട്ട് ഇറങ്ങ്. പാർക്ക് ചെയ്തോ. എന്താ? എന്തിനാ ഗൗതം പെട്ടെന്ന് ഇത്രയും വലിയ റിസോർട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്? സർപ്രൈസ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറ. സർപ്രൈസ് നേരത്തെ അറിയണമെന്ന് വാശി പിടിക്കുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കും. വാ. നമസ്കാരം സാർ. നമസ്കാരം. എന്തായി കാര്യങ്ങള്? അതൊക്കെ പക്കയല്ലേ സാർ? ഒരു ഉഗ്രൻ സ്പോട്ട് ഞാൻ സാറിന് വേണ്ടി സെറ്റാക്കി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവാം സാർ. വരൂ. ഇത് പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല, പ്രീ പ്ലാൻഡാ. മാനേജർ എന്താ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്? കാണാൻ പോകുന്ന പൂരത്തെ കുറിച്ച് കഥാപ്രസംഗം നടത്താൻ ഞാനില്ല. നീ വന്നേ ഇങ്ങോട്ട് വാ.